ഇവരെ കണ്ട് ഇവരുടെ പോലത്തെ ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാം എന്ന് വിചാരം ആർക്കെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ പെൺകുട്ടികളെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ സുരക്ഷിതരല്ല. ആദില നൂറ ഇവരുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കണ്ട് ഒരുപാട് പെൺകുട്ടികൾ അപകടത്തിൽ പോയി ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എന്റെ തംബ്നെയിൽ. ഇത് ഞാൻ പറയുന്നത് കേട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 8 മാസം മുന്നേ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. അതായത് വടക്കൻ ജില്ലകളിൽ എവിടെയോ ആണ്, എനിക്ക് തോന്നുന്നു പാലക്കാട്, കോഴിക്കോട്, ആ ജില്ലകളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ള 2 പെൺകുട്ടികൾ എക്സാമിന്റെ ദിവസം ഒളിച്ചോടുകയാണ്. 2 പെൺകുട്ടികൾ ചേർന്ന് ഒളിച്ചോടി. അതായത് അവർ ട്രെയിനിൽ കയറി ചെന്നെത്തിയത് മുംബൈയിലാണ്. ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഉൾനാടൻ ഗ്രാമം എന്ന് എടുത്തു പറഞ്ഞതെന്ന് വെച്ചാലേ, ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള എല്ലാവരും എപ്പോഴും ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ പോലുള്ള സിറ്റികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുംബൈയിൽ എത്തിയിട്ട് അവർ ആദ്യം ചെയ്ത ഒരു സലൂണിൽ ചെല്ലുകയും അവരുടെ ഹെയർ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് ആ സലൂണിന്റെ ബ്യൂട്ടി പാർലറിന്റെ ഓണർ പോലീസ് ചോദ്യം ചെയ്യുകയും അവർ മീഡിയയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ആദില നൂറയുടെ വിഷയത്തിൽ അവരുടെ ജീവിതശൈലിയിൽ പെൺകുട്ടികൾ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കഥ ചേർത്തെന്ന് വെച്ചാലേ, പൊതുവെ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ പെൺകുട്ടികൾക്ക് കുറച്ച് ഫ്രീഡം കുറവാണ്. അങ്ങനെയാണ് ഓരോ വീടുകളിലും പെൺകുട്ടികളെ വളർത്തുന്നത്. അതൊരു തെറ്റായ രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ സുരക്ഷിതമല്ല നമ്മുടെ ചുറ്റുപാട് എന്ന് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് മാതാപിതാക്കൾ കുറച്ച് സ്വാതന്ത്ര്യം കുറച്ചാണ് പെൺകുട്ടികളെ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു മുംബൈ, ഇപ്പം ബാംഗ്ലൂർ, നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദ് ഒക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടി ഒന്ന് രാത്രി ഒരു 8 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അത്രയും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വാതന്ത്ര്യം കുറച്ച് കുറവാണ്. പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിലും അവിടെയും ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും അല്ലെ. അപ്പം അങ്ങനെ യൂസ്ഡ് ആയിട്ട് വളർന്ന കുട്ടികളാണ് കേരളത്തിലുള്ളത് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവർക്കൊരു കിട്ടാക്കനിയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇന്നത്തെ കുട്ടികൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. എത്ര വാർത്തകളാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത് അല്ലെ. ഈ പെൺകുട്ടികൾ ചേർന്ന് ഒളിച്ചോടി പോവുക, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഓടിപ്പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേയും ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആ ചെറുക്കനെ കിട്ടിയോ എന്തോ, ഒരു ബ്ലൂ ജേഴ്സി കിട്ടിയിട്ട് ആളിങ്ങനെ സൈക്കിളിൽ പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ്. കിട്ടിയതായിട്ട് വാർത്തയൊന്നും കണ്ടില്ല. അപ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഒളിച്ചോടുക എന്നൊരു പ്രവണത കേരളത്തിലുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്ന നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തിൽ, അതായത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പരാതി. ഇപ്പൊ സ്കൂളുകളിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിലും കുട്ടികൾക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സിനിമ കാണാൻ കൊണ്ടുപോകുന്നില്ല എന്നുള്ള കുറെ പരാതികളുടെ കൂമ്പാരമാണ് ഈ ടീനേജേഴ്സിന്റെ ഒക്കെ ഇടയിൽ കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളെ വിട്ട്, അവരുടെ കുടുംബത്തെ വിട്ട്, അവരുടെ ഒരു സെക്ഷുവൽ ഐഡന്റിറ്റി മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ലെസ്ബിയൻ, അവരെ പോലെ നമുക്ക് ലെസ്ബിയൻ ആകാമെന്ന് വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല. ഇനി ഫേക്ക് ആയിട്ട് നിൽക്കാൻ കുട്ടികൾക്ക് സാധിക്കുമോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ആദില നൂറ ഇപ്പോ കൊണ്ടുപോകുന്ന ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കണ്ട് ആകൃഷ്ടരായി ആ ഒരു ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് വേണം എന്ന് വിചാരിച്ച് പെൺകുട്ടികൾ അപകടത്തിൽ പോയി ചാടാനുള്ള ചാൻസസ് ഒരുപാടാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ വിചാരിക്കുവേ, എടി നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടുകാരെ വിട്ടിട്ട് ഇറങ്ങി പോകാം, കൊച്ചി അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ ഒരുപാടാ, ചെറിയ ജോലികളൊക്കെ ആണെങ്കിലും ചെയ്തിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതായത് അവരുടെ എയിം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ലൈഫ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ആദില നൂറയുടെ യൂട്യൂബ് ചാനൽ നിറച്ചും അവർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാണ്. ശരിയാണ്, അവർ നല്ല രീതിയിൽ, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, അവർ നല്ല ഒരു കമ്പനിയിൽ, വിപ്രോ പോലൊരു കമ്പനിയിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്ന കുട്ടികൾ ഓർക്കണമെന്നില്ല. അവരെപ്പോഴും നോക്കിക്കാണുന്നതും അവരെപ്പോഴും ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നതും മാക്സിമം ഇവർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആഴ്ചയിൽ ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഓരോ സ്റ്റേറ്റ്സിലൊക്കെ പോയി ഇവർ സ്ഥലങ്ങൾ കാണുന്നു, അടിച്ചു പൊളിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു. വസ്ത്രമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷ, അതായത് സുരക്ഷിതരാണോ ഇവർ എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ട് ചില മാതാപിതാക്കളൊക്കെ ഈ വസ്ത്രം ധരിക്കണ്ട കേട്ടോ എന്ന് സ്നേഹത്തോടെ ശാസിച്ച് പറയാറുണ്ട്. അത് കുട്ടികളിലേക്ക് അത് വേറൊരു രീതിയിലായിരിക്കും എത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാമല്ലോ, അവരൊക്കെ കണ്ടോ അടിച്ചു പൊളിച്ച് ഇതേ ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ നടക്കുന്ന രീതിയിലാണ് നടക്കുന്നത്, നമുക്കും അതുപോലെ നടക്കാടി എന്നുള്ള രീതിയിൽ ഇവർ ഇതുപോലെ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനും
അതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കാനും ഒക്കെ ഇവരുടെ ബുദ്ധിയിലേക്കും ബുദ്ധികൾ ചെല്ലാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവരെ കണ്ട് ഇവരുടെ പോലത്തെ ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാം എന്ന് വിചാരം ആർക്കെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ പെൺകുട്ടികളെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ സുരക്ഷിതരല്ല. കാരണം ആദില നൂറ എന്ന പെൺകുട്ടികൾ മറ്റാരെയും ഭയക്കാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അവർക്ക് ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്നുള്ള രീതിയിൽ അവർ കൊടുത്തൊരു കേസും അതിനെ തുടർന്നുണ്ടായ വിധിയും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവരെ ആർക്കും തൊടാൻ കഴിയില്ല എന്നുള്ള ഒരു ധൈര്യം ഇവർക്കുണ്ട്. അല്ലായിരുന്നു എങ്കിൽ അവർ ചിലയിടങ്ങളിലൊക്കെ സുരക്ഷിതരല്ലായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒട്ടാകെ ഒരു 50% ആളുകൾക്കെങ്കിലും ആദില നൂറ എന്ന ലെസ്ബിയൻ കപ്പിൾസിനെ നന്നായിട്ട് അറിയാം. വാർത്തകളിലൊക്കെ താരമായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ നിയമം ഇവർക്ക് പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി കൊടുത്തതുകൊണ്ട് ഇവർക്ക് അധികം അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. എസ്പെഷ്യലി കേരളത്തിലെ എല്ലാവർക്കും അറിയാം, 100% ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്താണെങ്കിലും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്താണെങ്കിലും മറ്റു രീതിയിലുള്ള അപകടങ്ങളോ ആശങ്കകളോ ഇവർക്ക് ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ സുരക്ഷിതരാണ്. പക്ഷേ ഇവരെ കണ്ട് കോപ്പി ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങിപ്പോകും. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടോ? 2 പെൺകുട്ടികൾ ഇറങ്ങി ഓടിപ്പോയത്. പല കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ജീവിത ശൈലികൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇതിൽ ആകൃഷ്ടരായി ഇതുപോലെ, അതായത് ഇത് മാതൃകയാക്കി ചെയ്യാമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ടീനേജ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ അങ്ങനെ വല്ല ചിന്തകളും ഉണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം നിങ്ങൾ സുരക്ഷിതരല്ല. നിങ്ങൾക്ക് ഒരു കോടതിയും സുരക്ഷിതത്വം നൽകാമെന്ന് വാഗ്ദാനം തന്നിട്ടുമില്ല. ഇപ്പം ആദില അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തു, അതിനെ തുടർന്ന് ഒരു വിധി ഉണ്ടായി. നൂറയ്ക്ക് അവരുടെ മാതാപിതാക്കളെ വിട്ട് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി വരാനുള്ള ഒരു വഴി ഉണ്ടായി. അതുകൊണ്ട് മാതാപിതാക്കൾക്കാണെങ്കിലും നൂറയുടെ ഫാമിലിക്കാണെങ്കിലും നൂറയെ തൊടാനോ ആദിലയെ തൊടാനോ സാധിക്കില്ല. ആദിലയുടെ ഫാമിലി ആണെങ്കിലും അങ്ങനെ ആർക്കും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിയമം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ഇങ്ങനൊരു വിധി വന്ന് കുറച്ച് നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, മറ്റൊരു വിധിയുണ്ട്. ലെസ്ബിയൻ കപ്പിൾസിന് മാരേജ് ചെയ്യാൻ നമ്മുടെ ഹൈക്കോടതി സമ്മതിക്കില്ല എന്നുള്ളൊരു വിധിയും വന്നിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് മാരേജ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ സുരക്ഷിതരായിട്ട് ഇവർക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ സാധിക്കും. ഇവരെ കണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് വല്ല കുബുദ്ധിത്തരവും കാണിക്കാണ്ടിരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലും പിന്നിലും ചുറ്റിലും അപകടം മാത്രമായിരിക്കും. കാരണം നമ്മുടെ കേരളത്തെ കുറ്റം പറയുകയല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പെൺകുട്ടികൾ പലപ്പോഴും സുരക്ഷിതരല്ല എന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. ഡൽഹിയിലുണ്ടായ നിർഭയ കേസ് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടീനേജേഴ്സ് ഒക്കെ ആ സമയത്ത് ചെറുതായിരിക്കും, ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എങ്കിൽ പോലും ആ സംഭവം എല്ലാവർക്കും അറിയാം അല്ലെ. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അതിദാരുണമായിട്ട് കൊന്നു കളഞ്ഞു. അപ്പോ അതുപോലെ പലയിടങ്ങളിലും കഴിഞ്ഞ വർഷം വെസ്റ്റ് ബംഗാളില് MBBS സ്റ്റുഡന്റിനെ അതിദാരുണമായിട്ട് കൊന്നുകളഞ്ഞു, ഉപദ്രവിച്ചു കൊന്നുകളഞ്ഞു. അപ്പം അതായത് കോളേജിൽ വെച്ച്, പബ്ലിക് പ്ലേസിൽ വെച്ചും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത ഒരു രാജ്യത്ത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സുരക്ഷിതരായി നിയമത്തിൽ പിടികൊടുക്കാതെ പുറത്തു കഴിയുന്നുണ്ട്. ജീവൻ പോകുന്നത് പെൺകുട്ടികൾക്ക്, നഷ്ടമാകുന്നത് ഇവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. അപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് നിങ്ങളൊരു അപകടത്തിൽ പോയി ചാടുന്നതിലും നല്ലത് എന്തുകൊണ്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചെറിയ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ തരുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് നല്ലതിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ കമ്മ്യൂണിറ്റി ബേസിസ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് ആളുകൾ, ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലർ തട്ടുവിടുവാണെങ്കിലും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതിലും നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അവർ ധരിക്കുന്നത്. ചിലർ തട്ടമിടില്ല, അത് അവരവരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. മനസ്സിലായില്ലേ? അതിനൊന്നും ആരും, ഇപ്പൊ സപ്പോസ് ആദില നൂറ അവരോട് സംസാരിക്കരുതേ എന്ന് ബിഗ് ബോസിലുള്ള അക്ബറിന്റെ അമ്മ പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ വൈഫ്, ഫിയാൻസെ, കല്യാണം കഴിഞ്ഞൊന്നും അറിയില്ല, ഡോക്ടർ ഷെറീന ഖാൻ എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്, അവർ പലപ്പോഴും തട്ടമിടാറില്ല. പക്ഷെ അക്ബറിന്റെ ഉമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഇസ്ലാം ഫാമിലിയിലെ ഒരു ഉമ്മ, അവരെപ്പോഴും തട്ടമിട്ടുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അവരുടെ മരുമകൾ തട്ടമിടാത്തതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതുപോലെയാണ് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലുള്ള എല്ലാ മുസ്ലിം ഫാമിലിയും. അവരവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാൻ നിൽക്കത്തില്ല. പിന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു അപകടം തങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് എല്ലാ മാതാപിതാക്കളും, അത് ഓരോ വീടിനെ
ആശ്രയിച്ചിരിക്കും. ചിലർ കുറച്ചുകൂടെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു കൾച്ചർ, കേരളത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫാമിലിയിലെ കൾച്ചറുകളിൽ ഒന്നെന്ന് പറയുന്നത് അതാണ്. അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ആശങ്ക അല്ലെങ്കിൽ അവരുടെ സ്നേഹം, സുരക്ഷിതത്വ ബോധം, ഇതിൽ നിന്ന് വരുന്ന ചെറിയ റെസ്ട്രിക്ഷൻസ് ആണ്. ഇതിനെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് നമുക്ക് ആദില നൂറയെ പോലെ ജീവിക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഉറപ്പായിട്ടും മറ്റു പെൺകുട്ടികളെ ആകർഷിക്കുകയും അത് ഏറ്റവും വലിയൊരു അപകടത്തിലേക്കായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അവരുടെ ജീവിതശൈലി കണ്ട് ആരും മാതൃകയാക്കാതിരിക്കുക. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി, ലെസ്ബിയൻ എന്നുള്ളൊരു കാര്യം മറ്റാരെയും സ്വാധീനിക്കാൻ പറ്റില്ല. ഒരാൾക്കും ഒരു അതായത് ജീവിതാവസാനം വരെ മറ്റൊരു സെക്ഷൽ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതൊക്കെ കുറച്ച് നാളത്തേക്കുള്ളൂ. ഇപ്പം നൂറയെ കുറിച്ചാണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, നമുക്കാണെങ്കിലും മനസ്സിലായ കാര്യമാണ് നൂറ ഒരു ലെസ്ബിയൻ അല്ല. അതിങ്ങനെ ലൈഫ് ടൈം പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ലെസ്ബിയൻ സെക്ഷുവാലിറ്റിയിൽ ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു കൺക്ലൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോ പെൺകുട്ടികൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ട് മാതൃകയാക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെന്ന് ചാടിക്കൊടുക്കുന്നത് നിങ്ങൾക്കൊരിക്കലും കരകയറാൻ പറ്റാത്തൊരു അപകടത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആദില നൂറയുടെ ജീവിതശൈലി ഉറപ്പായിട്ടും മറ്റു പെൺകുട്ടികൾ കോപ്പി ചെയ്താൽ അത് അപകടം തന്നെയായിരിക്കും. പക്ഷെ അവരുടെ സെക്ഷുവാലിറ്റി ആർക്കും കോപ്പി ചെയ്യാനോ ആർക്കും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ആരെയും സ്വാധീനിക്കത്തതും ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. കാര്യങ്ങളെ വളച്ചൊടിക്കാതെ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിന്റെ അറ്റവും മുറിയൊക്കെ കേട്ടിട്ട് അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി പെൺകുട്ടികളെ സ്വാധീനിക്കും, പെൺകുട്ടികളെ അപകടത്തിലേക്കാക്കും എന്നൊക്കെ ഒരുത്തിയിരുന്ന് വിളിച്ചു പറയുന്നല്ലോ എന്നൊക്കെ പറയുമായിരിക്കും. അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പല തവണ എടുത്തു പറഞ്ഞു, സെക്ഷുവാലിറ്റി, അവരുടെ ലെസ്ബിയൻ സെക്ഷുവാലിറ്റി എന്നൊരു സംഭവം ആരെയും സ്വാധീനിക്കില്ല. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് പെൺകുട്ടികളെ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടിച്ചു പൊളിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്ലാറ്റിൽ, അതായത് കൊച്ചിൻ പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് ഇഷ്ടമുള്ള രീതികളിൽ അത് ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഫാമിലിയിലെ കുട്ടികളെന്നല്ല 100% പെൺകുട്ടികളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി ടീനേജേഴ്സ്. അത് വലിയൊരു അപകടം തന്നെയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.